ചാപ്റ്റർ 8 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഒരുപക്ഷെ നമ്മളിൽ ചിലരെങ്കിലും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളെ കുറിച്ച് മുന്നേ കേട്ടിട്ടുള്ളതാണ്. നമുക്ക് ഏറ്റവും സുപരിചിതമായ നമ്മുടെ വിസിബിൾ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവാണ്. അതുപോലെ തന്നെ മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് റേസ്, അൾട്രാ വയലറ്റ്, UV ഇവരൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾക്ക് ഉദാഹരണങ്ങളാണ്. എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യാലിറ്റീസ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് ട്രാവൽ ചെയ്യുന്നതിനായിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. നമ്മളൊരു പക്ഷേ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, ലൈറ്റിന് ട്രാവൽ ചെയ്യാൻ, ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനായി ഒരു മീഡിയം ആവശ്യമില്ല. അതുപോലെ തന്നെ അവരുടെ വെലോസിറ്റി, വാക്വത്തിൽ കൂടിയുള്ള അവരുടെ വെലോസിറ്റി വളരെയധികം വലുതാണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അത്രയും വളരെ വലിയ ഒരു വെലോസിറ്റിയോട് കൂടിയിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ വിസിബിൾ ലൈറ്റ്. വിസിബിൾ ലൈറ്റിൻ്റെ ആ ഒരു സ്പീഡ്, ആ വെലോസിറ്റി നമുക്കറിയാം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ അതേ വെലോസിറ്റി തന്നെയാണ് എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്കും. ഓരോരുത്തരുടെയും നമുക്ക് പ്രധാനമായും 7 ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. ഓരോന്നൊക്കെയായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിൽ ഈ 7 പേർക്കും വേറെ വേറെ ഫ്രീക്വൻസിയാണ്, അതുപോലെ തന്നെ വേവ് ലെങ്ത്തും ഡിഫറെൻറ്റാണ്, അവരുടെ യൂസസും ഡിഫറെൻറ്റാണ്. പക്ഷേ അവരുടെ എല്ലാവരുടെയും ഈ 7 ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെയും വെലോസിറ്റി ത്രൂ വാക്വം സെയിം ആണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡാണ്. ഓരോരുത്തർക്കും ഈ 7 ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളിൽ ഓരോരുത്തർക്കും വേറെ വേറെ യൂസാണുള്ളത്. ഇപ്പോൾ വിസിബിൾ ലൈറ്റ് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാക്കി തരുന്നു. അതായത് നമുക്ക് കാണണമെങ്കിൽ, കാഴ്ച ലഭിക്കണമെങ്കിൽ നമുക്ക് വിസിബിൾ ലൈറ്റ് വേണം. അതുപോലെ ചില കെമിക്കൽ റിയാക്ഷൻസ്, ഫോട്ടോസിന്തസിസ് പോലെയുള്ള ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെങ്കിൽ വിസിബിൾ ലൈറ്റ് കൂടിയേ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ പെട്ട മറ്റൊരാളാണ് എക്സ്റേ. എക്സ്റേക്ക് ഇൻഡസ്ട്രീസിലും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലുമൊക്കെ ഒരുപാട് യൂസസ് ഉണ്ട്. അതുപോലെ തന്നെ UV ലൈറ്റ്, നമ്മുടെ സണ്ണിൽ നിന്ന് വരുന്ന UV ലൈറ്റ് കുറേയൊക്കെ നമ്മുടെ ഓസോൺ ലെയർ അബ്സോർബ് ചെയ്ത് കളയുന്നുണ്ട്. മൈക്രോവേവ്, ഒരുപക്ഷെ നമ്മൾ മൈക്രോവേവ് എന്ന് പറയുന്നതിനേക്കാൾ മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്ന ഒരു വേർഡായിരിക്കും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് വേവാണ് മൈക്രോവേവ്. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ്, നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ എർത്തിൻ്റെ ചൂട് നിലനിർത്തുന്ന ഒരാളാണ് ഇൻഫ്രാറെഡ്. അങ്ങനെ ഓരോരുത്തർക്കും വേറെ വേറെ ഉപയോഗങ്ങളാണ്, യൂസസ് ആണുള്ളത്. ഓരോരുത്തർക്കും അവരുടേതായ ഫ്രീക്വൻസി ഉണ്ട്, അവരുടേതായ വേവ് ലെങ്ത് ഉണ്ട്. ഈ ഓരോ വേവുകളെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കും. എന്തൊക്കെയാണ് അവരുടെ ഫ്രീക്വൻസി, എന്തൊക്കെയാണ് അവരുടെ വേവ് ലെങ്ത്, എന്തൊക്കെയാണ് അവരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ, ഏതൊക്കെ രീതിയിൽ അവരെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, എന്തൊക്കെയാണ് അവരുടെ യൂസസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ചാപ്റ്റർ 8 ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. പക്ഷേ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. മാക്സ്വെല്ലാണ്, ജെയിംസ് ക്ലർക്ക് മാക്സ്വെല്ലാണ് പ്രധാനമായും ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് പറഞ്ഞു തന്നത്. അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച് ചെറിയൊരു പഠനം നടത്തി. ആ പഠനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത്. കണ്ടക്ഷൻ കറൻറ്റിനെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇലക്ട്രോണുകളുടെ മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഒരു കറൻറ്റ് കണ്ടക്ഷൻ കറൻറ്റാണ്. ഇത് മറ്റൊരു ടൈപ്പ് കറൻറ്റാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കറൻറ്റ്. നോക്കാം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഏറ്റവും ആദ്യം ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയുന്നു, നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. James Clerk Maxwell argued that a time-varying electric field generates magnetic field. സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന, വേണമെങ്കിൽ നമുക്കൊരു സൈനുസോയിഡലി വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് തന്നെ പറയാം. എ സൈനുസോയിഡലി വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഓർ ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ജനറേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. സമയത്തിനനുസരിച്ച് മാറുന്ന ഇലക്ട്രിക് ഫീൽഡിന് വേണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റ് പറഞ്ഞത്. ഇനി മാക്സ്വെൽ നോട്ടീസ്ഡ് ആൻ ഇൻകൺസിസ്റ്റൻസി ഇൻ ദ ആംപിയർ സർക്യൂട്ടൽ ലോ
He suggested the existence of an additional current. It is called displacement current. ആംപിയർ സർക്യൂട്ട് ലോ നമ്മുടെ 4th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0I. അതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ആ ഒരു കണ്ടക്ഷൻ കറണ്ടാണ് μ0Iലെ I എന്ന് പറയുന്നത്. ഇപ്പോൾ മാക്സ്വെല്ലിന് ഒരു കാര്യം മനസ്സിലായി, ആംപിയർ സർക്യൂട്ടിലോ എല്ലാ അവസ്ഥകളിലും ഒരുപക്ഷെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഇതൊരു ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ആ ആംപിയർ സർക്യൂട്ടിലോ നമുക്ക് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് ചെറിയൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട് എന്നാണ് മാക്സ്വെൽ പറഞ്ഞത്. അദ്ദേഹം അത് പറയുക മാത്രമല്ല, ആ ആംപിയർ സർക്യൂട്ടിലോയിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തുകയും ചെയ്തു. അദ്ദേഹം തന്നെ ചോദ്യം ഉന്നയിക്കുകയും അദ്ദേഹം തന്നെ അതിനുള്ള ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. അതാണ് നമ്മൾ രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. ആംപിയർ സർക്യൂട്ട് ലോയിൽ ചെറിയൊരു ഇൻകൺസിസ്റ്റൻസി മാക്സ്വെൽ കണ്ടെത്തുകയും അവിടെ ആ μ0I എന്ന് പറയുന്നത് I അവിടെയുള്ള കണ്ടക്ഷൻ കറണ്ടായിരുന്നു. ആ കണ്ടക്ഷൻ കറണ്ട് എല്ലായിടത്തും ഒരുപക്ഷെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മറ്റൊരു തരത്തിലുള്ള കറണ്ടിനെ മാക്സ്വെൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. ഒരുപക്ഷെ നമുക്കൊരു പുതിയ വേർഡായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. Maxwell predicted that coupled time-varying electric and magnetic field that propagates in space produce electromagnetic waves. നേരത്തെ നമ്മൾ പറഞ്ഞു ടൈം വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ക്യാൻ ജനറേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മുടെ കയ്യിൽ ടൈമിനനുസരിച്ച് മാറുന്ന, സമയത്തിനനുസരിച്ച് മാറുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടെങ്കിലോ അത് രണ്ടും കപ്പിൾഡാണ്, ഒരുമിച്ചാണ്. അതുപോലെ തന്നെ രണ്ടുപേരും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അത് ടൈം വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡാണ്, സമയത്തിനനുസരിച്ച് മാറുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. വേണമെങ്കിൽ സൈനസോയിഡലി വാരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് തന്നെ എടുത്തോളൂ. രണ്ടുപേരും വേറെ വേറെ അല്ല പോകുന്നത്, കപ്പിളായിട്ടാണ് പോകുന്നത്. രണ്ടുപേരും ഒരുമിച്ചാണ്, അവർ പോകുന്നത് സ്പേസിൽ കൂടിയാണ്. ഒരു കാര്യം കൂടി പറയാം, രണ്ടുപേരും പെർപെൻഡിക്കുലർ ടു ഈച്ച് അതറാണ്. അങ്ങനെയെങ്കിൽ ഈ ടൈം വാരിയിങ് ഓർ കപ്പിൾഡ് ടൈം വാരിയിങ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ പ്രൊഡ്യൂസ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഇതാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ കയ്യിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഇലക്ട്രിക് ഫീൽഡുണ്ട്. രണ്ടുപേരും ടൈം വാരിയിങ് ക്വാണ്ടിറ്റീസാണ്, രണ്ടുപേരും ഒരുമിച്ചാണ്, കപ്പിൾഡാണ്. രണ്ടുപേരും സ്പേസിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടു പേർക്കും ആരെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിനെ കുറിച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകളെ കുറിച്ച് പറയും. എങ്ങനെ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പലതരത്തിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി, 7 തരത്തിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. അതിൽ ഓരോരുത്തരുടെയും ഫ്രീക്വൻസി എന്താണ്, വേവ് ലെങ്ത് എന്താണ്, എങ്ങനെ അവരെ പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് അവരെ ഡിറ്റക്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് അവരുടെ കുറച്ച് യൂസസ്, ഇനി എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ അത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട്. അതെന്താണെന്ന് നോക്കാം.